ഹലോ ട്രേഡേഴ്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ തന്നെ ഇന്നൊരു ലൈവ് ട്രേഡ് എടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ കുറച്ച് ദിവസം ലൈവ് ട്രേഡ് ആയിരിക്കും നമ്മുടെ ചാനലിൽ ഉണ്ടാവുക. അപ്പോൾ ഇത് സിംഗിൾ ലോട്ടിലൊരു ചലഞ്ച് എന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കാര്യം ഒന്ന് മനസ്സിലാക്കിയാൽ മതി. പിന്നെ ഈ ഒരു ട്രേഡ് ആണെങ്കിലും ഇപ്പോൾ ഞാൻ എടുത്ത് ഏകദേശം ഒരു 1:1 മേലെ നമുക്ക് റിവാർഡ് കിട്ടിയിട്ടുണ്ട്. OTM ആണ് ചൂസ് ചെയ്തേക്കുന്നത്. മെയിൻ ഫസ്റ്റ് ടാർഗറ്റിലേക്ക് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇവിടുന്ന് ഒരു കറക്റ്റ് ചെയ്തിട്ടൊരു ബ്രേക്ക് ഔട്ടിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്ത് നിൽക്കുന്നത്. പിന്നെ എടുത്ത ട്രേഡ് ആണെങ്കിലും എടുത്ത് ഇത്രയും നേരം ആയതുകൊണ്ട് തന്നെ കോസ്റ്റിലേക്കല്ല, ചെറുതായിട്ടൊന്ന് ട്രെയിൽ ചെയ്ത് നമ്മുടെ മെയിൻ പോയിന്റിലേക്ക് എത്തിച്ചിട്ടുണ്ട്. കാരണം ഇവിടുന്ന് കുറച്ച് നേരം നിൽക്കുവാണെങ്കിൽ OTM തന്നെ ചൂസ് ചെയ്തുകൊണ്ട് ഇവിടെ നിൽക്കുവാണെങ്കിൽ അത് ലോസ് വരാനുള്ള സാധ്യതയുണ്ട്. പ്രീമിയം കണ്ട നല്ല രീതിക്ക് തന്നെ ഇറങ്ങുന്നത്. അപ്പോൾ അതുപോലെ ഇറങ്ങാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ ചെറിയൊരു പോയിന്റിലേക്കാണ് വെച്ചേക്കുന്നത്. ഇനിയിപ്പോൾ തിരിച്ചിറങ്ങുവാണെങ്കിലും കുഴപ്പമില്ല, സ്റ്റോപ്പ് ലോസ് അടിക്കുകയാണെങ്കിൽ ചെറിയൊരു പോയിൻ്റേ സ്റ്റോപ്പ് ലോസ് അടിക്കുള്ളൂ. ഇപ്പോൾ നിഫ്റ്റിയിലാണ് 25 ക്വാണ്ടിറ്റി എന്ന് പറയുമ്പോൾ 1:1 മേലെ നമുക്ക് ഏകദേശം കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയൊരു മൊമെൻറ്റം കിട്ടാനുള്ള സാധ്യതയുണ്ട്. വലിയ മൊമെൻറ്റം അല്ല, ഇപ്പോൾ ഈ സ്പോട്ടിലാണെങ്കിൽ അത്യാവശ്യം 1:2 മേലെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിന്റ് ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ അത്യാവശ്യം ഒരു മൊമെൻറ്റം ഈ ഒരു സ്ട്രൈക്കിൽ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് കാരണമാണ് വെയിറ്റ് ചെയ്തിരിക്കുന്നത്. കുറച്ച് നേരം എന്തായാലും ഒരു കറക്ഷൻ ഉണ്ടാവും. ഫസ്റ്റ് ടാർഗറ്റിലേക്ക് എത്തുമ്പോൾ നമ്മൾ പറയുന്ന പോലെ തന്നെ ചെറിയൊരു കറക്ഷൻ ഉണ്ടാവും. പിന്നെ സ്കാൽപ്പിംഗ് ആണെങ്കിൽ ഞാൻ 1 മിനിറ്റ് മാത്രം നോക്കിയല്ല ട്രേഡ് ചെയ്യുന്നത്. ഇപ്പോൾ ഈ ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ 1 മിനിറ്റ് കാണാം, പ്രീമിയത്തിൻ്റെ ചാർട്ട് കാണാം, 5 മിനിറ്റിലെ ചാർട്ടും കാണാം. ഇപ്പോൾ ഇതുപോലെ ഒരുപാട് കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കും ട്രേഡ് ചെയ്യുന്നത്. 1 മിനിറ്റ് മാത്രം നോക്കി ട്രേഡ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങളോട് വരാനുള്ള സാധ്യതയുണ്ട്. ഇമോഷണലി ആണെങ്കിലും ഒരുപാട് പ്രശ്നങ്ങൾ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഹയർ ടൈം ഫ്രെയിമും കൂടെ നോക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ ബെറ്റർ ആയിരിക്കും. പിന്നെ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കിയാലും കാണാം, 1 മിനിറ്റിൽ നോക്കുമ്പോൾ ഈ ഒരു പോയിന്റിലൊക്കെ നല്ല സെല്ലിങ് വരുന്നുണ്ടെങ്കിലും ഇത് 5 മിനിറ്റിലെ ചാർട്ട് കൂടെ എടുത്ത് വെച്ചിട്ടുണ്ട്. 5 മിനിറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഓരോരോ പോയിന്റിലും ബയേഴ്സ് ആണ് സ്ട്രോങ് ആയി നിൽക്കുന്നത് കാണാൻ പറ്റുന്നത്. മനസ്സിലാവുന്നില്ലേ? അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇച്ചിരി കൂടെ കോൺഫിഡൻസ് കിട്ടും. ഇപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ലെവൽ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. നമ്മുടെ സെക്കൻഡ് ടാർഗറ്റ് ഏകദേശം കിട്ടിയിട്ടുണ്ട്. 1:2 മേലെ 1:2 ചെറിയൊരു സ്റ്റോപ്പ് ലോസ് ആണ് കൊടുത്തേക്കുന്നത്. അത്യാവശ്യം ഒരു റിവാർഡ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ഇന്നലത്തെ ട്രേഡിലാണ് നമ്മൾ ഏകദേശം 1:5 ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ഇത് ഏകദേശം നല്ലൊരു റിവാർഡ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്തായാലും ഈ ഒരു ട്രേഡ് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. കാരണം നമ്മൾ വിചാരിച്ചൊരു പ്രോഫിറ്റ് എന്തായാലും ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഇനിയിപ്പോൾ അധികം ഹോൾഡ് ചെയ്യണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മളതാ ഈ ഒരു പോയിൻ്റ് തന്നെ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ആ ഒരു പോയിന്റിൽ കുറച്ച് നേരം ട്രേഡ് ചെയ്ത് നിന്നു. അതിന് ശേഷമാണ് ബ്രേക്ക് കിട്ടിയത്. പ്രീമിയത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം ഒരു വലിയൊരു മൊമെൻറ്റം കിട്ടിയിട്ടുണ്ട്. ഇതൊരു ചെറിയൊരു ലോട്ടിലാണ് ട്രേഡ് ചെയ്തേക്കുന്നത്. മനസ്സിലാവുന്നില്ലേ? ചെറിയൊരു ലോട്ടിലാണ് ട്രേഡ് ചെയ്തേക്കുന്നത്. അതുപോലെ തന്നെ പ്രീമിയത്തിൽ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം നല്ലൊരു മൊമെൻറ്റം ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. പ്രീമിയത്തിലാണെങ്കിൽ സ്പോട്ടിലാണെങ്കിലും സിംഗിൾ ലോട്ടിലായതുകൊണ്ട് തന്നെ വേറെ ഇതിനകത്ത് വേറെ നോക്കാനും ഇല്ല. ഇന്നലെ ചെയ്ത പോലെ തന്നെ 1:5 ഇന്നലെ കിട്ടി. ഇന്നാണെങ്കിൽ ഏകദേശം ഒരു 1:10 ഉണ്ടാവും, 1:10 ഒന്നുമില്ല, ചെറിയൊരു പോയിൻ്റാണ്. അപ്പോൾ 1:5 ഇന്നത്തെ ട്രേഡിൽ ഏകദേശം കിട്ടിയിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് ചെറിയൊരു പോയിൻ്റ് ആയിരുന്നു കൊടുത്തിട്ട് 5 പോയിൻ്റ് ആയിരുന്നു. അങ്ങനെ വരുവാണെങ്കിൽ 1:4 ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് ട്രേഡിങ് കൊണ്ടുപോകേണ്ടത്. നമ്മളിവിടെ പ്രോഫിറ്റിൻ്റെ കാര്യം ബാക്കിയൊന്നും പറയുന്നില്ല. ട്രേഡ് ചെയ്യുമ്പോൾ ഇതുപോലെ നോക്കുകയാണെങ്കിൽ ഇച്ചിരി കൂടെ കോൺഫിഡൻറ്റോടെ ഇരുന്ന് ട്രേഡ് ചെയ്യാനായിട്ട് പറ്റും. ഇതിനകത്ത് ഞാൻ നോക്കിയിരിക്കുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഹയർ ടൈം ഫ്രെയിം നോക്കിയിട്ടുണ്ട്, അതുപോലെ തന്നെ ലോവർ ടൈം ഫ്രെയിമും 2-3 ടൈം ഫ്രെയിമും കാര്യങ്ങളും പിന്നെ ഒരുപാട് ലോജിക്കും കാര്യങ്ങളും നോക്കിയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. ഈ ഒരു ചാർട്ടിൽ കറക്റ്റായിട്ട് 5 മിനിറ്റിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടുമെന്ന് തോന്നുന്നു. കാരണം മാർക്കറ്റ് നല്ല രീതിയിൽ തന്നെ ബുള്ളിഷിലാണ് കയറി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ ഓരോരോ പോയിന്റിലേക്കാണെങ്കിലും സെല്ലേഴ്സിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് ഇച്ചിരി വീക്കായിട്ടാണ്. കാരണം ഇവിടെ സെല്ലേഴ്സ് പുഷ് ചെയ്യുന്നുണ്ടെങ്കിലും അത്ര ഒരു ഓക്കെ അല്ല. മനസ്സിലാവുന്നില്ല? ഈ ഒരു പോയിന്റിലേക്കാണെങ്കിൽ സെല്ലേഴ്സ് നല്ല രീതിയിൽ തന്നെ പുഷ് ചെയ്യുന്നുണ്ടെങ്കിലും ഓൾമോസ്റ്റ് ബയേഴ്സാണ് നല്ല രീതിയിൽ തന്നെ സ്ട്രോങ് ആയി നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ ഒറ്റൊരു ക്യാൻഡിലൊക്കെ കണ്ടില്ലേ, ബയേഴ്സ് നല്ല രീതിയിൽ സ്ട്രോങ് ആയി കാണുന്നുണ്ട്. സെല്ലേഴ്സ് ഇവിടുന്ന് പുഷ് ചെയ്യുന്നുണ്ടെങ്കിലും ഓരോരോ ക്യാൻഡിൽ ഇവിടുന്ന് സെല്ലേഴ്സ് പുഷ് ചെയ്യുന്നുണ്ടെങ്കിലും ക്യാൻഡിലിന് വിക്ക് നോക്കിയാലും മതി, ബയേഴ്സാണ് നല്ല രീതിയിൽ തന്നെ അപ്സൈഡിലേക്ക് പുഷ് ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ബയേഴ്സാണ് ഈ ഒരു ചാർട്ടിൽ സ്ട്രെങ്ത്തിൽ ഇച്ചിരി കൂടെ കൂടുതൽ കാണുന്നത്. അങ്ങനെ വരുമ്പോൾ ഇച്ചിരി കൂടെ കോൺഫിഡൻസ് കിട്ടും നമുക്ക് ട്രേഡ് എടുക്കാനായിട്ട്. ഇപ്പോൾ സാധാ 1 മിനിറ്റ് മാത്രം നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എൻട്രി എടുത്ത് ഈ ഒരു പോയിന്റിൽ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് ചെറിയൊരു ഫിയറും കാര്യങ്ങളെല്ലാം വരാനുള്ള സാധ്യതയുണ്ടാവും. പക്ഷേ ഹയർ ടൈം ഫ്രെയിമിംഗ് കൂടെ നോക്കുമ്പോൾ അവിടെ ബയേഴ്സിൻ്റെ ഒരു സ്ട്രെങ്ത്തും കൂടെ ഏകദേശം നമുക്ക് മനസ്സിലായി കഴിഞ്ഞാൽ ആ ട്രേഡ് ഹോൾഡ് ചെയ്യാനും നമുക്ക് അവിടെ നിന്ന് ഇച്ചിരി ഇമോഷണലുള്ള കുറേ പ്രശ്നങ്ങൾ അവിടെ നിന്ന് സോൾവ് ചെയ്ത് കൂളായിട്ട് തന്നെ ഇരിക്കാനായിട്ട് പറ്റും. അപ്പോൾ ആ ഒരു കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇനി നെക്സ്റ്റ് ഒരു ട്രേഡും കൂടെ കിട്ടുവാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കൂടെ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ട്രേഡ് ഇങ്ങനെയാണ് വന്നത്. ഈ ഒരു പോയിന്റിലായിരുന്നു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത്. കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു പോയിന്റിലായിരുന്നു ട്രേഡ് വന്നിട്ടുണ്ടായിരുന്നത്. ഈ ഒരു പോയിന്റ് വെച്ചാണ് ട്രേഡ് എടുത്തിട്ടുണ്ടായിരുന്നത്. ഏകദേശം 15 പോയിന്റ് കൂട്ടുകയാണെങ്കിലും ഏകദേശം 1:5 മേലെ കിട്ടിയിട്ടുണ്ട്. പിന്നെ OTM ആയതുകൊണ്ടാണ് പറഞ്ഞ പോലെ ഇവിടെ നിന്ന് മൊമെൻറ്റം കിട്ടിയില്ല. ബ്രേക്കിലാണ് ആ മൊമെൻറ്റം വന്നത്. OTM അങ്ങനെയാണ്, പെട്ടെന്നുള്ള ബ്രേക്കിലേക്കായിരിക്കും പ്രീമിയത്തിൽ നല്ല സ്പൈക്കും കാര്യങ്ങളും കിട്ടുന്നത്. ഓക്കെ കേട്ടോ, നെക്സ്റ്റ് ട്രേഡ് കിട്ടുവാണെങ്കിൽ അറിയിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ മാത്രമേ ഉണ്ടാവുള്ളൂ. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ഒരു ട്രേഡിനുള്ളൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ഈ ഒരു ട്രെൻഡ് ലൈൻ, സാധാ ഒരു ട്രെൻഡ് ലൈൻ ഉണ്ടല്ലോ, ട്രെൻഡ് ലൈൻ ട്രാപ്പിൻ്റെ ഒക്കെ ഒരു വീഡിയോ നമ്മൾ ഇതിന് മുന്നേ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു.
ആ ഒരു രീതിയിൽ നോക്കുകയാണെങ്കിൽ ട്രെൻഡ് ലൈനിൽ എൻ്റർ ചെയ്തവരെ ട്രാപ്പാക്കുന്ന രീതിയിൽ ഒരു ട്രേഡ് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഇവിടെ കിട്ടിയായിരുന്നു. അത്യാവശ്യം പ്രീമിയത്തിൽ നോക്കിയാലും ഹെവി മൊമെൻറ്റം തന്നെയാണ് കിട്ടിയത്. ഏകദേശം 1:10 അടുത്ത് വരെ ഇപ്പോൾ മൂവ് ചെയ്തിട്ടുണ്ട്. സെയിം ട്രേഡ് നമ്മുടെ മാർക്കറ്റ് അപ്ഡേറ്റ്സ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രൂപ്പിലേക്ക്, സ്റ്റുഡൻസിൻ്റെ ഗ്രൂപ്പിലേക്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നവരാണ്. ഈ ഒരു പോയിന്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഈ സെയിം ട്രേഡ് തന്നെ ഈ ഒരു പോയിന്റിലേക്ക് വരുവാണെങ്കിൽ എൻട്രിക്ക് വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് സ്റ്റുഡൻസിന് കോളായിട്ട് കൊടുത്തല്ല, അവർക്കൊരു കോൺഫിഡൻസ് കിട്ടാൻ വേണ്ടി നല്ല ട്രേഡ് എങ്ങനെ പ്ലാൻ ചെയ്യണം എന്നുള്ള രീതിയിൽ. സെയിം ഞാനെടുത്ത ട്രേഡ് ഇതായിരുന്നു. നെക്സ്റ്റ് ട്രേഡിനുള്ള ഓപ്പർച്യൂണിറ്റി ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ ഷെയർ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സെയിം ലെവലാണ് ഇപ്പോൾ ഈ ഒരു ചാർട്ടിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാം. അതിൽ സ്റ്റുഡൻസിൽ ട്രേഡ് എടുത്തിട്ടുമുണ്ട് കേട്ടോ. ഒരു സ്റ്റുഡൻസ് നോക്കുകയാണെങ്കിൽ ട്രേഡ് എടുത്തിട്ടുമില്ല, ചിലവർ ട്രേഡ് എടുത്തിട്ട് നല്ലൊരു പ്രോഫിറ്റ് എടുത്തിട്ടുണ്ട്. 1:5 വരെ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിലേക്ക് നമ്മുടെ ട്രേഡിൻ്റെ പ്ലാനിങ് ഉണ്ടാവുക. സാധാരണ നമ്മളിതിൻ്റെ സ്ട്രാറ്റജി ട്രെൻഡ് ലൈനിൽ എങ്ങനെ ട്രേഡ് എടുക്കുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രാപ്പും ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെയിം രീതി പ്രകാരം നല്ലൊരു ട്രേഡ് ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഞാൻ പിന്നെ ആ ഒരു ട്രേഡിലേക്ക് എൻ്റർ ചെയ്തില്ല. അത്യാവശ്യം നമുക്ക് നല്ലൊരു ഡീസൻ്റ് ആയിട്ടുള്ള റിസ്ക് റേഷ്യോ ഒന്ന് കിട്ടിയിട്ടുണ്ട്. സോ അങ്ങനെ വരുമ്പോൾ ട്രേഡ് പ്ലാൻ അനുസരിച്ച് പിന്നെ ട്രേഡ് സ്റ്റോപ്പ് ചെയ്യുക. പിന്നെ വേണമെങ്കിൽ ട്രേഡ് എടുക്കാമായിരുന്നു, ഞാൻ പിന്നെ നോക്കിയിട്ടില്ലായിരുന്നു. ഇതുപോലെ ട്രേഡിങ് പഠിക്കണം എന്നുള്ളവർക്ക് ജസ്റ്റ് ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. നെക്സ്റ്റ് ഇനി ട്രേഡും പ്ലാനൊന്നും ഇല്ല, ഇനി മൺഡേ നോക്കാം. സോ വീഡിയോ ഇഷ്ടപ്പെട്ടുള്ളവർ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ ശ്രമിക്കുക കേട്ടോ.